നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പല ടെൻഷനും വരും പരീക്ഷ എഴുതുമ്പോ. ആ സമയത്ത് നന്നായിട്ട് ഡീപ് ബ്രെത്ത് എടുക്കണം. ഇങ്ങനെ പണിയായിപ്പോയി. മാഡം സർ, മാഡത്തിന് പരീക്ഷയ്ക്ക് പോകാനുള്ള സമയമായി. ഞാൻ കൊണ്ടാക്കിട്ട് വരാം സർ. മാഡം, നിങ്ങൾ എന്താ ചോദിച്ചത്? ഓൾ ദ ബെസ്റ്റ് അല്ലേ? ഇന്ന് പരീക്ഷ എഴുതുന്ന സംസ്ഥാനത്തെ മുഴുവൻ കുട്ടികൾക്കും ഞാൻ ഓൾ ദ ബെസ്റ്റ് പറയുക. അവർക്കെല്ലാവർക്കും നന്നായിട്ട് പരീക്ഷ എഴുതാൻ പറ്റട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്നാ പിന്നെ ഇന്നത്തേക്ക് മതിയാക്കാം. കുറച്ച് അത്യാവശ്യ മീറ്റിംഗ് ഉണ്ട്. നമുക്ക് പിന്നെ കാണാം. നീ എന്ത് മണ്ടത്തരായി കാണിക്കുന്നേ? കല്യാണപ്രായമായ കുട്ടിയാ ഋതിക. അവളെ ഒറ്റയ്ക്കാ രാജുവിന്റെ കൂടെ പറഞ്ഞയക്കുന്നത് ശരിയാണോ? എനിക്ക് രാജുവിനെ നന്നായിട്ടറിയാം. അവൻ ഒരിക്കലും ചതിക്കില്ല. എന്നെന്നല്ല, ഒരാളെയും ചതിക്കില്ല. ഇപ്പൊ തന്നെ ആ പേനയുടെ ടോപ്പ് അത് അവനാ എടുത്തത്. അത് എന്തുകൊണ്ട് അവൻ അങ്ങനെ ചെയ്തു എന്ന് എനിക്കറിയാം. ആർക്ക് വേണ്ടി ചെയ്തു എന്നും എനിക്കറിയാം. അവനോളം വിശ്വസ്തനായ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ചേച്ചി. അവനൊപ്പം ഋതികയെ എവിടെ അയക്കാനും എനിക്ക് ഒരു പേടിയില്ല. അവൻ അവളെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. താൻ ഒറ്റൊരുത്തം കാരണം ഇന്നത്തെ എന്റെ എല്ലാ പ്ലാനും പൊളിഞ്ഞത്. അച്ഛൻ അടിച്ചാലും അനുഗ്രഹം വാങ്ങിയെന്നുള്ള സമാധാനമെങ്കിലും കിട്ടുമായിരുന്നു. അത് താൻ നശിപ്പിച്ചു. പരീക്ഷയല്ലേ, അതുകൊണ്ട് മനസ്സ് വിഷമിപ്പിക്കണ്ടെന്നേ ഞാൻ കരുതിയുള്ളൂ. ഓ, അത് ശരി. അപ്പൊ സ്വയം ന്യായീകരിക്കല്ലേ? ഇതിന് ഞാൻ ഇപ്പൊ മറുപടി ഒന്നും പറയുന്നില്ല. മിണ്ടാതിരുന്ന വണ്ടി ഓടിക്ക. എനിക്ക് പഠിക്കണം. ഫിസിക്സിന്റെ എക്സാമാ ഇന്ന്. ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇന്നാ. മാഡം, ഇതെന്താ കെമിസ്ട്രി പുസ്തകം? തന്നോടല്ലേ പറഞ്ഞത് മിണ്ടാതിരുന്ന വണ്ടി ഓടിക്കാൻ? സംസാരിച്ചിരുന്ന് എവിടെയെങ്കിലും ചെന്ന് വണ്ടി ഇടിച്ചാലേ എന്റെ പരീക്ഷയെ മുടങ്ങുന്നത്. അല്ല മാഡം, മിണ്ടാതിരിക്കാൻ. മാഡം 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 അതായത് ഞാൻ പറയാൻ വന്നത് എന്താന്ന് വെച്ചാ, താനൊന്നും പറയണ്ട. എനിക്കൊന്ന് കേൾക്കാൻ വേണ്ട. ഇനി മിണ്ടിയ അറിയല്ലോ, ഇത് ഞാൻ പഠിക്കുന്ന കോളേജാ. ഞാനൊന്ന് വിരലടിച്ചാ മതി, പിള്ളേരങ്ങ് ഇളകി മറിഞ്ഞു വരും. എന്തിനാ അവരെ മെനക്കെടുത്തുന്ന? പോന്നോക്ക്. അല്ല മാഡം, മാഡം എന്താ? പരീക്ഷയാണ്, നന്നായിട്ട് ആലോചിച്ച് എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻസ് കാണുമ്പോ കൺഫ്യൂഷൻ വരും. അതാണോ ശരി, ഇതാണോ ശരി? അപ്പോ സമാധാനത്തോടെ ആലോചിക്കണം. അപ്പോ ഉത്തരം കിട്ടും. ഇതൊക്കെ പഠിപ്പിച്ചു തരാനേ താനാരാ? കെമിസ്ട്രി പ്രൊഫസറോ? മിണ്ടരുത്. എനിക്കറിയാം എന്ത് വേണമെന്ന്. പോന്നോക്ക്. മാഡം മാഡം ഒന്ന് നിന്നേ, ഒരു മിനിറ്റ്. ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഒന്ന് വേഗം പറഞ്ഞു തൊലയ്ക്ക്. അതായത് പല ടെൻഷനും വരും പരീക്ഷ എഴുതുമ്പോ. ആ സമയത്ത്
നന്നായിട്ട് ഡീപ് ബ്രെത്ത് എടുക്കണം. ദേ ഇങ്ങനെ. എന്നിട്ട് പഠിച്ചതൊക്കെ സമയം എടുത്ത് ആലോചിക്കണം. പേടിയേ പാടില്ല. ദയവ് ചെയ്ത് എന്നെ ഒന്ന് ഉപദ്രവിക്കാതിരിക്കാവോ? പഠിച്ചത് ഞാൻ, പരീക്ഷ എഴുതുന്നത് ഞാൻ. താൻ തന്റെ ജോലി നോക്ക്. ചെല്ല് പോ. മാഡം, ഓൾ ദി ബെസ്റ്റ്. ശ്രീ. ആ ഹായ്. ഹായ്. ഞാൻ റോൾ നമ്പർ നോക്കുമായിരുന്നു. അടുത്തടുത്ത സീറ്റില് നമ്മൾ രണ്ടുപേരും. അതെന്തായാലും നന്നായി. നല്ല പണിയാ നീ കാണിച്ചത്. രാവിലെ അമ്പലത്തിൽ വരാന്ന് പറഞ്ഞിട്ട് നീ മുങ്ങിയല്ലേ? പകരം ആളെ ഏർപ്പാടാക്കിയിരുന്നല്ലോ എന്റെ ഏട്ടന്. ഏട്ടൻ? നിന്റെ ഏട്ടന്റെ പേടിയും വെപ്രാളവും ഒന്ന് കാണായിരുന്നു. അമ്പലത്തിൽ പോക്ക് മുടങ്ങുമെന്നാ ഞാൻ വിചാരിച്ചത്. ദൈവാനുഗ്രഹം കൊണ്ട് പേടിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല. ആണുങ്ങളായാലേ കുറച്ചൊക്കെ ധൈര്യം വേണ്ടേ? അത് നിന്റെ ഏട്ടനില്ല. എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. അത് തന്നെ ഭാഗ്യം. അതെ അതെ, ആ ഭാഗ്യം പരീക്ഷയെ കൂടി തുണച്ചാ ഞാൻ രക്ഷപ്പെടും. അതൊക്കെ നടക്കും ഋതു. ഇത്തവണ എല്ലാം ഭംഗിയാവും. നിന്റെ നമ്മ പൊന്നായിരിക്കട്ടെ. ആ എന്നാ ശരി, നമുക്ക് പരീക്ഷാ ഹാളിൽ കാണാം. കുറച്ച് തിരക്കുണ്ട്. ശരി. ദൈവമേ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കണേ. ഇത്തവണ പരീക്ഷ തോറ്റ കെട്ടിച്ചൂടുമെന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്ന. അത് നടക്കാതിരിക്കണമെങ്കിൽ എനിക്ക് എക്സാം എങ്ങനെയെങ്കിലും ജയിക്കണം. ടീച്ചർ, ക്വസ്റ്റ്യൻ പേപ്പർ മാറി. ക്വസ്റ്റ്യൻ പേപ്പർ മാറിയെന്നോ? അതെ, ഇത് കെമിസ്ട്രി എക്സാം അല്ലേ? ഇത് ഫിസിക്സിന്റെ പേപ്പറാ. താൻ ഈ ലോകത്തൊന്നും അല്ലേ? അതോ ടൈം ടേബിൾ ഒന്നും വായിക്കാതെയാണോ എക്സാം എഴുതാൻ വന്നത്? എടോ, ഇന്ന് ഫിസിക്സിന്റെ എക്സാമാ, അല്ലാതെ കെമിസ്ട്രിയുടെ ഒന്നും അല്ല. പരീക്ഷയ്ക്ക് തോറ്റാ ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. കെട്ടിച്ചു വിടും ഞാൻ. പിന്നെ ഇവളായി ഇവളുടെ പാടായി. പല ടെൻഷനും വരും പരീക്ഷ എഴുതുമ്പോ. ആ സമയത്ത് നന്നായിട്ട് ഡീപ് ബ്രെത്ത് എടുക്കണം. ദേ ഇങ്ങനെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.